പ്രിയപ്പെട്ടവരെ, അക്ബർ സ്നേഹക്കൂട് സോഷ്യൽ മീഡിയയിൽ ആളിക്കത്തുന്ന ബോച്ചെ ഹണിറോസ് വിവാദത്തിൽ സ്നേഹക്കൂടിൻ്റെ അഭിപ്രായം ഒന്ന് ഷെയർ ചെയ്യണമെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ബോച്ചെ എന്ന ബോബി ചെമ്മണ്ണൂർ വ്യവസായിയാണ്, ജ്വല്ലറാണ്, ഒരു ഫിലാന്ത്രോഫിസ്റ്റും കൂടെ ആണ്. ധാരാളം നന്മകൾ അദ്ദേഹം ചെയ്യുന്നുണ്ട്. ഒരിക്കലും ഒരു അതിസമ്പന്നരായ പലരും ചെയ്യാൻ മടിക്കുന്ന പല കാര്യങ്ങളും ചാരിറ്റി മേഖലയിൽ അദ്ദേഹം ചെയ്യുന്നുണ്ട്, മാതൃകയാണ്. പക്ഷേ കുഴപ്പം പുള്ളിയുടെ പല ദ്വയാർത്ഥ പ്രയോഗങ്ങളും ചില അദ്ദേഹത്തിൻ്റെ എല്ലാ കമൻറ്റുകളിലും സെക്ഷൽ കണ്ടൻറ്റുള്ള ദ്വയാർത്ഥ പ്രയോഗങ്ങൾ ധാരാളമായിട്ട് അത് ഉപയോഗിക്കുന്നുണ്ട്. എല്ലാവർക്കും അറിയാവുന്നതാണ്. അത് ആസ്വദിക്കുന്ന ഒരു വലിയ സമൂഹം വളർന്നു വരുന്നു എന്നത് ഏറെ ഭീതിജനകമാണ്. കാരണം ധാരാളം യുവാക്കൾ, വിദ്യാർത്ഥികൾ, ഇവരെല്ലാം സോഷ്യൽ മീഡിയയിൽ ദർ ഇസ് നോ റെസ്ട്രിക്ഷൻസ്. എല്ലാവരും എല്ലാം കാണുന്ന ഒരു പ്ലാറ്റ്ഫോമാണത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ അത് നമുക്ക് പലതും പറയാൻ തന്നെ അറയ്ക്കുന്നതാണ്. പുള്ളി മാത്രമല്ല, നമ്മുടെ പല ചാനലുകളിലും വരുന്ന കോമഡി ഷോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിലും ഇത്തരം ധാരാളം പ്രയോഗങ്ങളൊക്കെ ഉണ്ട്. അവരെ ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല. എൻ്റെ അഭിപ്രായത്തിൽ അത്തരം പ്രയോഗങ്ങൾ നടത്തിക്കൊണ്ട് ആളുകളെ ചിരിപ്പിക്കുന്ന പരിപാടികളിലും വേണ്ട ഒരു നിയന്ത്രണം. ഓക്കെ, അവിടെ ഇരിക്കട്ടെ. അത് കലാപരമായ ആവിഷ്കാരം എന്ന പട്ടികയിൽ ഉൾപ്പെട്ടുകൊണ്ട് അവരൊക്കെ രക്ഷപ്പെടുകയാണ്. പക്ഷെ ഇവിടെ ഇത്രയും ഒരു നന്മകളുള്ള, ഇത്രയും സാമ്പത്തിക ശേഷിയുള്ള, സാധാരണക്കാരിൽ സാധാരണക്കാരനായി പലപ്പോഴും ജീവിക്കുന്ന, സാധാരണക്കാരുടെ കൂടെ ഇടപഴകി നടക്കുന്ന ഈ മനുഷ്യൻ, പക്ഷേ അദ്ദേഹത്തിൻ്റെ ഈ സെക്ഷൽ കണ്ടൻസ് ഉള്ള ദ്വയാർത്ഥ പ്രയോഗങ്ങൾ തീർത്തും തെറ്റായ ഒരു മെസ്സേജ് തന്നെയാണ് സമൂഹത്തിന് നൽകുന്നത്. മിസ്റ്റർ ബോച്ചയോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ അത് ശ്രദ്ധിക്കണം കേട്ടോ. കാരണം നിങ്ങൾ ചെറുപ്പക്കാരെയും വിദ്യാർത്ഥികളെയും ഒക്കെ വളരെ മോശമായിട്ടാണ് അത് സ്വാധീനിക്കുന്നത്. നിങ്ങൾക്ക് മക്കളുണ്ട് എന്ന് ഞാൻ സ്നേഹത്തോടു കൂടിയിട്ട്, ആദരവോട് കൂടിയിട്ട്, ബിക്കോസ് ഈസ് എ ഫിലാന്ത്രോഫിസ്റ്റ്. അദ്ദേഹം ഒരുപാട് ചാരിറ്റിയൊക്കെ ചെയ്യുന്നൊരു നല്ല മനുഷ്യനാണ്. നന്മകളെ നമുക്കൊരിക്കലും പക്ഷേ ഒരു കാര്യമുണ്ട് മിസ്റ്റർ ബോച്ചെ, നന്മയും തിന്മയും ഒരിക്കലും തുല്യമാവുകയില്ല. ഓക്കെ, നന്മ തന്നെയാണ്, തിന്മ തന്നെയാണ്. നിങ്ങളുടെ പല നന്മകളെയും നിങ്ങളുടെ ഈ തിന്മകൾ ഇല്ലാതാക്കുന്നു എന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ? ഓക്കെ, ഇവിടെ എത്രയോ വലിയ അതിസമ്പന്നരായ ആളുകൾ, ഒരുപാട് ആളുകളുണ്ട്. അവരൊക്കെ ധാരാളം ചാരിറ്റി ചെയ്യുന്നവരാണ്. പക്ഷേ താങ്കളുടെ ഒരു രീതിയല്ല, അവരുടേത് മറ്റൊരു ശൈലിയാണ്. പക്ഷേ അവരൊന്നും ഒരു എന്താ പറയുക, ഇത്രയും തരം താഴ്ന്ന രീതിയിൽ ഉള്ള ഭാഷാപ്രയോഗങ്ങളൊന്നും അവർ, ഉദാഹരണത്തിന് ഹണിറോസിൻ്റെ കാര്യത്തിൽ തന്നെ നിങ്ങളുടെ പല വാക്കുകളും വളരെ മോശമാണത്. കാരണം നിങ്ങൾ കുന്തി ദേവിയെ ഒക്കെ കമ്പയർ ചെയ്യാന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങൾ രണ്ട് സ്ത്രീകളെയാണ് വലിച്ചഴിച്ചത്. ഒന്ന് ഹണിറോസിനെ, ഒന്ന് കുന്തി ദേവിയായിട്ട് അഭിനയിച്ച ആ വ്യക്തിയെ. 3 സ്ത്രീകളെ നിങ്ങളുടെ ആ ദ്വയാർത്ഥ പ്രയോഗത്തിലൂടെ അപമാനിക്കുകയാണ് ചെയ്തത്. അതൊക്കെ തെറ്റാണ് എന്ന് തന്നെയാണ് ഞാൻ പറയുക. കാരണം ബോഡി ഷെയ്മിങ് എന്ന് പറയുന്നത് വളരെ മോശമായിട്ടുള്ളൊരു പ്രവണത. അത് ഇൻഹ്യൂമൺ എന്ന് തന്നെ നമുക്ക് പറയാം. അത് മാനുഷികമായതല്ല. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇത് കണ്ട് നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന പലരും അവരുടെ ജീവിതത്തിലൊക്കെ ഇത് ആവർത്തിക്കും. അവർ നിങ്ങളെ റോൾ മോഡലാക്കിയിരിക്കുകയാണ്. അപ്പോൾ അത്തരം ആളുകളുടെ ബോഡി ഷെയ്മിങ്ങിന് വിധേയരാകുന്ന ആരൊക്കെ ഈ സമൂഹത്തിലുണ്ടാവും സുഹൃത്തെ? അപ്പോൾ അത് എനിക്ക് പറയാനുള്ളത്, സ്നേഹത്തോടു കൂടിയിട്ട് ഇനിയെങ്കിലും തെറ്റെല്ലാവർക്കും പറ്റും. ആ തെറ്റാണെന്ന് തിരിച്ചറിയുന്ന എന്തെങ്കിലും ഒന്ന് ജീവിതത്തിൽ ഉണ്ടാവുന്നത് നിങ്ങൾ ഹണിറോസിനോട് നന്ദി പറയുകയാണ് വേണ്ടത്. ഇല്ലെങ്കിൽ ഹണിറോസ് പ്രതികരിച്ചില്ലായിരുന്നുവെങ്കിൽ നിങ്ങളോടുള്ള പുച്ഛവും വെറുപ്പുമായി എത്ര ആളുകൾ നിങ്ങൾക്ക് കൈയടിക്കുന്നറിയോ? അവരുടെ ഉള്ളിൽ പക്ഷേ നിങ്ങളോട് പുച്ഛവും വെറുപ്പും ഒക്കെ ആയിരിക്കും. നിങ്ങളുടെ സഹായങ്ങളൊക്കെ അവർ സ്വീകരിക്കും.
പക്ഷേ ബേസിക്കലി നിങ്ങളെക്കുറിച്ച് അവർക്ക് നല്ല അഭിപ്രായം ഉണ്ടാവില്ല. അപ്പോൾ ഏതായാലും അത് നല്ലതിനാണ്, എല്ലാം നല്ലതിന് വേണ്ടി എന്ന് ഒക്കെ സംഭവിച്ചതെല്ലാം നല്ലതിന്, സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നല്ലത്, ഇനി സംഭവിക്കാൻ പോകുന്നത് നല്ലതിന് എന്ന ഭഗവാൻ കൃഷ്ണൻ്റെ വാക്കുകൾ ഞാനിവിടെ അനുസ്മരിക്കുകയാണ്. ഇനി ഹണി റോസ് എന്ന് പറയുന്ന അവരൊരു പ്രശസ്തയായ മോഡലാണ്. ഷീസ് ആൻ ആക്ട്രസ്. എനിക്ക് അവരോട് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. കാരണം അവനവൻ്റെ നമ്മളെല്ലാവരും ജനിക്കുന്നത് ഓരോതരം ശാരീരിക പ്രത്യേകതകളോടുകൂടിയാണ്. അത് വിശദീകരിക്കുന്നില്ല ഞാൻ. ഓരോരുത്തരും പലരും അതുപോലെ തന്നെ നിങ്ങൾ ഓരോ ആഫ്രിക്കയിലെ സ്ത്രീകൾ, അവരുടെ ശരീരഘടന, അവിടുത്തെ പുരുഷന്മാരുടെ ശരീരഘടന എല്ലാം ഡിഫറൻ്റാണ്. എല്ലാവരും ഒരുപോലെയല്ല. അപ്പോൾ അതുകൊണ്ട് ഒരു മാനദണ്ഡം നിശ്ചയിച്ചുകൊണ്ട് ചിലത് മോശമെന്നും ചിലത് നല്ലതെന്നും ചിലത് ചീത്തയെന്നും ചിലർ സുന്ദരികളെന്നും തൊലി വെളുത്തവരെല്ലാം സുന്ദരികളാണെന്ന മലയാളിയുടെ വൃത്തികെട്ട വൃത്തികെട്ട ആ ബോധത്തിൻ്റെ ബലിയാടുകളായിട്ട് എത്ര 19കാരിയായ ഒരു പെൺകുട്ടി മലപ്പുറം ജില്ലയിൽ തൂങ്ങി മരിച്ചു. കാരണം ഭർത്താവ് പറഞ്ഞു, നിരന്തരം ഭർത്താവ് അമ്മയൊക്കെ പറയുകയാണ് അത്ര കറുത്തവളാണെന്ന്. നീ ഇത്ര കറുത്തതാണെന്ന് ഞാൻ വിചാരിച്ചില്ല, നീ പുറത്തിറങ്ങരുത്, വീണ്ടും കറക്കും. അങ്ങനെ ആ വാക്കുകൾ ആ കുട്ടിയെ വേദനിപ്പിക്കുക. അവൾ ആത്മഹത്യ ചെയ്യുകയും ചെയ്തു. നിങ്ങൾ മനസ്സിലാക്കണം, ബോച്ചയ്ക്ക് വേണ്ടി കൈയടിക്കുന്നവരും ബോച്ചയെ അനുകൂലിക്കുന്നവരും അത്തരം ആളുകളോടൊക്കെ എനിക്ക് പറയാനുള്ളത്, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഒരു വാക്ക് അതുണ്ടാക്കുന്ന മുറിവുകളുണ്ടല്ലോ, അതൊരു പക്ഷേ ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ തന്നെ ചിലപ്പോൾ അവരുടെ മാനസിക നില തെറ്റിക്കും, ചിലപ്പോൾ ഒരു ആത്മഹത്യയും, അല്ലെങ്കിൽ അവരുടെ ആത്മവിശ്വാസം തകർക്കും, അവർ സൈക്കിക്കായിട്ട് മാറും. ഇതൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ പലരും ഹണി റോസിനെ ഉപദേശിക്കുന്നതൊക്കെ ഞാൻ കണ്ടു. എനിക്ക് ഹണി റോസ് നഗ്നയായിട്ടൊന്നും വരുന്നില്ലല്ലോ ഈ സമൂഹത്തിൽ. പിന്നെ അവരുടെ ശരീരത്തിൻ്റെ ചില ഉയർന്നു നിൽക്കുന്ന ഭാഗങ്ങളും വലുതായിട്ടുള്ള ഭാഗങ്ങളും വെട്ടിക്കളയാനൊന്നും പറ്റില്ലല്ലോ, മുറിച്ച് കളയാൻ പറ്റുമോ? അവർ വസ്ത്രം ധരിച്ചിട്ടല്ലേ നടക്കുന്നത്. ഓക്കെ. പിന്നെ നമ്മുടെ സദാചാര സങ്കല്പം അനുസരിച്ച് പുരുഷന്മാർ വയ്ക്കുന്ന കണ്ടീഷൻസ് അനുസരിച്ച് വസ്ത്രം ധരിച്ച് നടക്കുന്ന സ്ത്രീ മാത്രമാണ് ആദരവിനും ബഹുമാനത്തിനും അർഹതപ്പെട്ടവൾ എന്ന രീതിയിൽ കുറേ നന്മമരങ്ങളും പലരും മഹാത്മാക്കളെന്ന് നടിക്കുന്ന പലരും ഇപ്പോൾ ഇവിടെ സോഷ്യൽ മീഡിയയിൽ കിടന്ന് അലറി വിളിക്കുന്നുണ്ട്. എനിക്കതിനോടൊന്നും യോജിക്കാൻ കഴിയുന്നില്ല. ഓക്കെ. പിന്നെ അവർ മാന്യമായിട്ട് വസ്ത്രം ധരിച്ചുകൊണ്ട് തന്നെയാണ്. അപ്പോൾ ചോദിക്കുക, ഈ മാന്യത എന്താണ്? മാന്യത നിങ്ങൾക്ക് മാന്യമെന്ന് തോന്നുന്നത് തന്നെ ആവണം മാന്യത എന്നില്ലല്ലോ. ഓക്കെ. അവർക്ക് കംഫർട്ടായിട്ടുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് തന്നെയാണ് അവർ വരുന്നത്. പിന്നെ അവരെ കാണാൻ വരുന്നവരെല്ലാം ആരാണ്? ഈ ബോച്ചയെ കാണാൻ, ബോച്ചയ്ക്ക് കൈയടിക്കുന്ന ഇതേ സമൂഹം ഹണി റോസിൻ്റെ ചുറ്റും കൂടുന്നുണ്ട്. അപ്പം നമ്മൾ ഈ ശരിക്കും പറഞ്ഞാൽ കുഴപ്പം എവിടെയാണ് എന്ന് മനസ്സിലാക്കുക. ഇവിടെ ഈ ഹണി റോസ് ബോച്ചെ സംഭവത്തിൽ ഞാൻ ആരുടെയും ഒപ്പമല്ല, കൂടെയുമല്ല. പക്ഷേ എനിക്ക് ബോച്ചയോട് പറയാനുള്ളത്, താങ്കളുടെ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ, സെക്ഷുവൽ കണ്ടൻറ്റ്, ലൈംഗികമായ എന്താ പറയുക വ്യംഗ്യമായി ലൈംഗികത വെളിപ്പെടുത്തുന്ന ഭാഷകൾ, ആ രീതികൾ, അത് സമൂഹത്തെ വളരെ മോശമായിട്ട് സ്വാധീനിക്കുന്നുണ്ട് എന്ന് മാത്രമാണ് എനിക്ക് ഈ വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത്. എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, നമ്മളൊക്കെ മാന്യമായിട്ട് സംസാരിക്കുക. മാന്യമായ ഭാഷ, സംസ്കാരം എന്ന് പറഞ്ഞാൽ അതൊക്കെയാണല്ലോ അല്ലേ? മാന്യമായിട്ട് സംസാരിക്കുക, മാന്യമായിട്ട് പെരുമാറുക, ആളുകളെ ആദരിക്കുക, അവരുടെ വ്യക്തിത്വത്തെ നമ്മൾ അംഗീകരിക്കുക. അവരെങ്ങനെയാണോ അങ്ങനെ നമുക്ക് അവരെ അംഗീകരിക്കാനും മനസ്സിലാക്കാനും കഴിയുക. പ്രിയപ്പെട്ടവരെ, അങ്ങനൊരു സംസ്കാരമാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ടത്, നമ്മുടെ തലമുറയ്ക്ക് കൈമാറേണ്ടത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എനിക്ക് ഈ വിഷയത്തിലെ എൻ്റെ വിനീതമായ അഭിപ്രായം ഞാൻ പങ്കുവയ്ക്കുകയാണ്. എല്ലാവർക്കും നല്ലത് വരട്ടെ. ബോച്ചെ എന്ന് പറയുന്ന ഈ ഏറെ നന്മകളുള്ള മനുഷ്യൻ തൻ്റെ ഭാഗത്തുണ്ടായ തെറ്റുകൾ തിരുത്തിക്കണ്ട് കൂടുതൽ നന്മകളുമായി ജനങ്ങളിലേക്ക് കൂടുതൽ അദ്ദേഹം വരട്ടെ. എല്ലാ ആളുകളും അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, പിന്നെ എനിക്ക് ഒറ്റ കാര്യം ഹണി റോസ് സഹോദരിയോട് പറയാനുള്ളത്, നിങ്ങൾക്ക് മോശമായ ഒരു, നിങ്ങളെ വേദനിപ്പിക്കുന്ന, നിങ്ങളുടെ വികാരത്തെ വ്രണപ്പെടുത്തുന്ന ഒരു നോട്ടമോ ഭാഷയോ പെരുമാറ്റമോ ഒരു വ്യക്തിയിൽ നിന്നുണ്ടാവുമ്പോൾ നിങ്ങൾ അപ്പോൾ പ്രതികരിക്കേണ്ടതായിരുന്നു. അതായിരുന്നു നിങ്ങൾ ചെയ്യേണ്ടിയിരുന്നത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. സ്നേഹത്തോടെ, അക്ബർ സ്നേഹം.